വെൽക്കം ബാക്ക് ടു കൺട്രിസൈഡ് കുക്ക് ബുക്ക്. ഞാനിന്ന് ഒറ്റയ്ക്കല്ല, ജാക്കബ് കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്നത്തെ കുക്കിംഗ്. നമ്മളിന്ന് പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് പേർഷ്യൻ തനത് വിഭവമായ കെബാബാണ്, അതായത് ബീഫ് കെബാബ്. പേർഷ്യക്കാരുടെ അതേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടല്ല നമ്മളിന്ന് കെബാബ് തയ്യാറാക്കുന്നത്, പക്ഷേ അവരുടെ അതേ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ നാടൻ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കെബാബ് പരീക്ഷിക്കാൻ പോകുന്നത്. അപ്പം മഴക്കാറൊക്കെ ഉണ്ട്, ചിലപ്പോൾ മഴ പെയ്തേക്കാം. നമ്മളിത് ഇന്ന് രാവിലെയാണ് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഉച്ചയായി. ഇപ്പോൾ ഇടയ്ക്ക് വെയിൽ തെളിയും, ഇടയ്ക്ക് ഇരുണ്ടുകൂടി വരും, അങ്ങനെ ഒരു അവസ്ഥയാണ്. എന്തായാലും നമുക്ക് അധികം താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് പറ്റിയാൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതൊരു കെബാബ് റോളിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് നോക്കട്ടെ. ടൈം കിട്ടുമെന്നറിയില്ല അല്ലേ? അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിനി ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ലൊക്കേഷനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും കണ്ടുപിടിച്ചു, അത്യാവശ്യം ഒരു സ്ഥലം കണ്ടുപിടിച്ചു. നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ? Let's go. ഇതൊരു പഴയ ആട്ടുകല്ലാണ്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ എന്താ പറയുക, നമുക്കിങ്ങനെ എളുപ്പത്തിൽ കെബാബ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മിൻസ്ഡ് മീറ്റ് മേടിക്കാൻ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കുമോ അല്ലെങ്കിൽ കത്തി കൊണ്ട് ചോപ്പ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ട്രഡീഷണൽ വേയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്യുവാണ്. അതായത് പേർഷ്യൻ സ്റ്റൈലിൽ അവർ കല്ലിലിട്ട് ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇറച്ചി ഇടിച്ചിടിച്ചിടിച്ച് നന്നായിട്ട് മയപ്പെടുത്തിയതിന് ശേഷം ബാക്കിയുള്ള അരപ്പുകളെല്ലാം അതിലേക്ക് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതേ രീതിയിൽ മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്യുവാണ്. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്ല്, ഇതിൻ്റെ ഇടിക്കാൻ ഉപയോഗിക്കുന്ന ഈ കല്ല് അത്ര സുഖമുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രത്തോളം റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുമെന്നറിയില്ല. എന്തായാലും നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ രീതിയിലൊന്ന് ശ്രമിച്ചു നോക്കാം. ഞാനിവിടെ കുറച്ച് ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബീഫ് ആദ്യം ചെറിയ പീസുകളാക്കി എടുക്കാം. തീരെ ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമുക്കിത് ചതയ്ക്കാനുള്ളതാണല്ലോ. അതുപോലെ ഇതാ ഈ നെയ്യ് ഒരു കാരണവശാലും എടുക്കാതിരിക്കുക, കാരണം നെയ്യ് എടുത്തു കഴിഞ്ഞാൽ ഇത് ചതഞ്ഞു പോവില്ല, നമുക്കിത് മിക്സിങ്ങിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നെയ്യ് ഒഴിവാക്കുക. ഇനി കുറച്ച് വെളുത്തുള്ളി ഒന്ന് തൊലി കളഞ്ഞ് വെക്കാം. ഇത് നമുക്ക് അരച്ചെടുക്കേണ്ടത് തന്നെയാണ്. അത് ഞാൻ കുറച്ച് വറ്റൽമുളക് നന്നായിട്ട് ചതച്ച് പൊടിച്ചെടുക്കുകയാണ്. ഇത് ചെറുതായിട്ട് നമ്മളൊന്ന് നനച്ചിട്ട് ഒന്ന് കുതിർന്ന ശേഷം പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞു വരും. ഇത് നന്നായിട്ട് ഇടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉണങ്ങിയ കുരുമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കുരുമുളകും കൂടെ ചതച്ച് കഴിയുമ്പോഴത്തേക്ക് വരുന്നൊരു സ്മെല്ലുണ്ടല്ലോ, നല്ലൊരു മണമായിരുന്നു. ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ കറിവേപ്പില ഇടുകയാണ്. സാധാരണ രീതിയിൽ പാഴ്സലി അല്ലെങ്കിൽ മല്ലിയിലയൊക്കെ ഇടാറുണ്ട്. ഞാനപ്പോൾ അതിന് പകരമായിട്ട് നമ്മുടെ നാടൻ കറിവേപ്പില. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അവസാനമായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞത് ഇട്ട് ഒന്ന് അരയ്ക്കുകയാണ്. കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. ഈ ഇറച്ചി ഇട്ടിട്ട് നന്നായിട്ട് ഇടിച്ച് അരച്ചെടുക്കാം. ഞാനിതിപ്പോൾ ഒരു 1/2 കിലോയോളം ഇറച്ചിയാണ് എടുത്തിട്ടുള്ളൂ. ആഹാ, ഇറച്ചിയും കൂടി മിക്സ് ആയപ്പോഴത്തേക്കും വേറെ ലെവല് സ്മെല്ലാണ്.
ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ കല്ലിൻ്റെ പെർഫോമൻസ് ഇവിടെയാണ് കിട്ടേണ്ടത്. ഇത് കണ്ടോ, ഓരോ പീസും എടുത്ത് ചതയ്ക്കേണ്ട ഒരവസ്ഥയാണ്. വലിപ്പമുള്ള കല്ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിരുന്നു. ഇറച്ചി അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സവാള നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരയ്ക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം രീതിയിൽ ഞാൻ അരച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്ല് ഇത് വളരെ മോശമായി. ഇത് കുറച്ചുകൂടി ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബോട്ടം വേണമായിരുന്നു ഇതിൻ്റെ. ഇത് പക്ഷേ അങ്ങനെയല്ല. അപ്പോൾ അത് കാരണം നന്നായിട്ടൊന്നും അരഞ്ഞു കിട്ടിയിട്ടില്ല. ഉള്ള രീതിയിലൊക്കെ ഞാൻ അരച്ചിട്ടുണ്ട്, പറ്റുന്ന രീതിയിൽ. ഇത് കണ്ടോ, അത് കാരണമാണ് നമുക്ക് ഈ ഒരു പൊട്ടൽ വരുന്നത്. അല്ലെങ്കിൽ അതെല്ലാം പൊട്ടൽ വരാതെ തന്നെ ഒരേ കൺസിസ്റ്റൻസി കിട്ടിയേനെ. ഓക്കെ, അതായാലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ആയിട്ടുണ്ട്. കണ്ടോ, ഇപ്പം തന്നെ അതിൻ്റെ ആ ടെക്സ്ചർ കണ്ടോ, നല്ല ഭംഗിയല്ലേ, എല്ലാ കളറും ഉണ്ട്. ഇനി ഇവൻ കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ, നമുക്ക് അപ്പോഴത്തേക്കും ബാക്കി കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കെബാബ് റോളിന് വേണ്ട ബ്രെഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഒന്നുകിൽ പീറ്റ ബ്രെഡ് ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നാൻ ഉപയോഗിക്കാം, അതുമല്ലെന്നുണ്ടെങ്കിൽ കുബൂസ് വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആ രീതിയിലല്ല ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, അതേ രീതിയിൽ തന്നെ നമ്മൾ ഓൾ പർപ്പസ് ഫ്ലവർ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് സമയക്കുറവിൻ്റെ ഒരു കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സാധാരണ നമ്മൾ പീറ്റ ബ്രെഡിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസ്റ്റൊക്കെ ഫെർമെൻറ്റേഷൻ നടത്തി ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാം. അതായത് റൊട്ടി. ഓൾ പർപ്പസ് ഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പിടാം. ഇനി വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴയ്ക്കും തോറും അതിൻ്റെ മയം കൂടും. എത്രയും നന്നായിട്ട് കുഴയ്ക്കുമോ അത്രയും നല്ലതാണ്. അത് നമ്മൾ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും കുഴയ്ക്കുന്നതും അങ്ങനെ തന്നെയാണല്ലോ. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുകയില്ലേ, അതേ രീതിയിൽ ഒന്ന് പരത്തിയെടുക്കുക. അത്രയും വലിപ്പം വേണ്ടെന്നേ ഉള്ളൂ. സത്യത്തിൽ ഒരു ടാക്കോസിൻ്റെയൊക്കെ ഒരു സ്റ്റൈല്, അത്രയും വലിപ്പം മതി. ടാക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു ഐറ്റമാണ്. അത് നമുക്കൊരു ദിവസം ഉണ്ടാക്കാതെ. അപ്പോൾ ഓൾ സെറ്റ്. ഇനി നമുക്ക് ഒരു അടുപ്പ് റെഡിയാക്കി എടുക്കാം. ഇനി ഇവനിവിടെ ഇരുന്ന് കത്തി കനലാവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇതിന് വേണ്ട സ്റ്റിക്ക് തയ്യാറാക്കാം. കെബാബിന് വേണ്ട സ്റ്റിക്ക്, സ്ക്യൂവർ എന്ന് പറയും അതിന്. അതും നമ്മൾ നാച്ചുറലായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈറ്റയുടെ കമ്പ് വെച്ചിട്ടാണ് സ്ക്യൂവർ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. എന്നിട്ട് ഇത് ചീകി മിനുക്കി ഒന്ന് തയ്യാറാക്കാം.
ഇനി നമുക്ക് ഈ ഇറച്ചി സ്റ്റിക്കിലേക്ക് വെച്ച് പിടിപ്പിക്കാം. കണ്ട, ഇവിടെയാണ്, ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് പണി വരുന്നത്. ഇത് കണ്ട, ഇവിടെ വിട്ട് വരുന്നുണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞില്ല, നമ്മൾ അരയ്ക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റാക്കി അരച്ചില്ലെങ്കിൽ ഇതിനോട് ചേർന്നിരിക്കുകയില്ല. ഇതിൻ്റെ ആ കൺസിസ്റ്റൻസി നമുക്ക് ഒരേപോലെ കിട്ടിയാലെന്താണ്, അതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും അതൊന്നും കുഴപ്പമില്ല, നമുക്കെന്തായാലും ഇത് റെഡിയാക്കി എടുത്തേ പറ്റുള്ളൂ. കണ്ടോ, ഇരിക്കുന്നുണ്ട്, പക്ഷേ അത്ര സ്മൂത്തായിട്ടല്ല ഇരിക്കുന്നതെന്ന് മാത്രം. നോക്കി കണ്ടൊക്കെ വെച്ചില്ലെങ്കിൽ ചിലപ്പം ഇറച്ചി ചാടിപ്പോവും. നമുക്കെന്തായാലും പറ്റുന്ന രീതിയിലൊക്കെ ഇത് ഷേപ്പാക്കി എടുക്കാം. ഞാനപ്പം കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, ഇപ്പോൾ ഉള്ളത് കൊണ്ട് വയ്ക്കാം. ഇനി അവൻ കനലിലിരുന്ന് നന്നായിട്ട് വേവണം. അതിനിടയ്ക്ക് ഒരു മഴയൊക്കെ ചാറി തുടങ്ങി. ഞങ്ങളിവിടെ കിടന്നൊരു ഷീറ്റ് എടുത്ത് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. കാര്യമായിട്ട് മഴ പെയ്യലായിരിക്കും. ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് തിരിച്ചൊക്കെ വെച്ച് കൊടുക്കണം, എല്ലാ സൈഡും ഒരുപോലെ വെന്ത് വരുന്ന രീതിയിൽ. കണ്ട, കാഴ്ചയിലൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാര്യം ഇനി ജേക്കബ് നോക്കിയോളും. നമുക്കപ്പോഴത്തേക്കും റോളിന് വേണ്ട സാലഡ് റെഡിയാക്കാം. ആദ്യം കുറച്ച് സവാള കട്ട് ചെയ്തെടുക്കാം. തീരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്താൽ മതി. ഇനി തക്കാളിയും അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ കട്ട് ചെയ്ത് പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. 2-3 ആയിട്ടുണ്ട്. ഇത് ഇവിടെ നിന്നിരിക്കട്ടെ. ഇത് 3 എടുക്കാം. നല്ല അടിപൊളിയായിട്ട് നല്ല സ്മെല്ലും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൊട്ടി കൂടി റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ചൂടുണ്ട്. നമുക്ക് ഈ റൊട്ടി വെച്ച് തന്നെ ഈ കെബാബിൻ്റെ ഒരു ചെറിയ പീസ് ഊരിയെടുത്ത് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ സാലഡ് കൂടി ഇട്ട് കൊടുക്കാം. കേട്ടോ, അങ്ങനെ നമ്മുടെ കെബാബ് റെഡിയായി. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുള്ളത്. ഒരു ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു അപാകതയൊക്കെ മിക്സിങ്ങിലുണ്ട്, അതായത് അറിഞ്ഞു വരാത്തതിൻ്റെ. ബാക്കിയെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. കാരണം നമ്മൾ സാലഡും എല്ലാം കൂടി ആയിപ്പോ ഒരു ഇടയ്ക്ക് ഞാൻ എന്താ പറയാ, നന്നായിട്ട് അരയാത്ത ഒരു പീസൊക്കെ കിട്ടി. സംഭവം കിട്ടും, ഒന്നും പറയാനില്ല. വെൽക്കം ബാക്ക് ടു കൺട്രി കുക്ക് ബുക്ക്. പഞ്ചില്ല. വെൽക്കം ബാക്ക് ടു കൺട്രി കുക്ക് ബുക്ക്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞങ്ങളിന്ന് പരീക്ഷിക്കാൻ പോകുന്നത് കെബാബാണ്. പോയില്ല, എല്ലാം പോയില്ല, കൈ പേർഷ്യക്കാരുടെ തന്നെ. വെൽക്കം ബാക്ക് ടു കൺട്രി കുക്ക് ബുക്ക്. വെൽക്കം ബാക്ക് ടു കൺട്രി കുക്ക് ബുക്ക്. വേണ്ടേ, എന്തൊരു സൗണ്ട്. വെൽക്കം ബാക്ക് ടു കൺട്രി കുക്ക് ബുക്ക്. ഞങ്ങൾ ചേട്ടയുടെ തല കിട്ടൂല, അത് കുഴപ്പമില്ലല്ലോ. തൊപ്പി കിട്ടുമോ? തൊപ്പി കിട്ടൂല.
എടാ ഞാൻ ആ വെച്ചേക്കുന്ന ഫ്രെയിം മാറ്റില്ല കേട്ടോ. കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. കിട്ടുമോ? എവിടെ വരെ കിട്ടും? അത് കുഴപ്പമില്ല. കേട്ടോ ബ്രെഡ് എന്തിനാ കട്ട് ചെയ്ത്